ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെളിയാൻ പോകുന്നത് തന്റെ സമയമാണ്. ഓക്കെ മാഡം, ഞാൻ ഏറ്റു. മാണിക്കുഞ്ഞ്, ഇനി മാണിക്കുഞ്ഞ് കളരിക്കൽ കുടുംബത്തിലേക്ക് കയറി വരുന്നത് പുതിയൊരു മേൽവിലാസത്തിലായിരിക്കും. അമ്മേ, ഞാൻ എന്തേലും മറച്ചു വെക്കുന്നു തോന്നിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതോ അമ്മയെ ഓഫീസിൽ കൊണ്ടുവന്നോണ്ട് എനിക്ക് നാണക്കേടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആരെ ഇങ്ങനൊക്കെ പറഞ്ഞേ? നീ എന്നെ എവിടെയാ കൊണ്ടുപോകാത്തെ? ഞാൻ നിന്റെ അമ്മയാണെന്ന് നീ അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ കേൾക്കാറുള്ളതല്ലേ. നിന്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റം വരില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറും. അമ്മയുടെ മോള് കൊള്ളാവുന്ന ഒരു നിലയിലെത്തും. അപ്പൊ അത് കാണാനും എന്റെ കൂടെ നിൽക്കാനും അമ്മ ഉണ്ടാവണ്ടേ? ഇനി അമ്മ മരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയല്ലേ. എന്റെ തങ്കേച്ചി, ദൈവം വിളിക്കുമ്പോ പോവണ്ടവരാ നമ്മളൊക്കെ. അതിപ്പോ ഇന്ന ആളാദ്യം അടുത്ത ആള് പിന്നെയൊന്നൊന്നുമില്ല. അതൊക്കെ ദൈവത്തിന് തന്നെ വിട്ടേക്ക്. അമ്മ വന്നേ, വാ. മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു. കൃഷ്ണ പറയാറില്ലേ തങ്കേച്ചിയുടെ അസുഖത്തെ പറ്റി? ഈ ഓഫീസ് കാണണമെന്നുള്ള ആഗ്രഹം തങ്കത്തിന്റെ മനസ്സിൽ നിന്ന് പോയില്ലെങ്കിൽ ശരിയാവില്ല. അതിനിപ്പോ നമ്മള് പ്രത്യേകിച്ച് എന്ത് ചെയ്യും? പറയുന്ന കള്ളങ്ങള് തറപ്പിച്ച് പറയ തന്നെ, അല്ലാതെ നിവർത്തിയില്ലല്ലോ. പറ്റിക്കാണ് ആ പാവത്തിന്. സാറേ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നാളെ രാവിലെ സാറ് ഓഫീസിലേക്കാണോ അതോ? ഇപ്പൊ ഞാൻ കുറച്ച് വൈകും. താൻ MG റോഡിലെ കൺസ്ട്രക്ഷന്റെ ടോട്ടൽ ഫയൽ ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരണം. ശരി സാർ, ഗുഡ് നൈറ്റ്. എന്നാ ശരി. മാണിക്കുഞ്ഞ്, പിന്നെ അമ്മ തന്നെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? അമ്മയുടെ പഴയ ആഭരണങ്ങളില്ലേ, അതൊന്നും മിനുക്കണം. കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുകൊടുത്താ മതി. വിവാഹശേഷം ഗാഥയ്ക്ക് കൈമാറാനുള്ള പരമ്പരാഗതമായ ആഭരണങ്ങളാ. വൈകിക്കഴിഞ്ഞാ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. ഇപ്പൊ എടുത്തു തന്നോളൂ, ഞാൻ കൊടുത്തേക്കാം. താനേ അമ്മയുടെ മുറിക്കേറി അലമാരിന്നെടുത്തോ. അതൊരു തടിച്ച പെട്ടിയാ. താൻ കണ്ടിട്ടില്ലേ അത്? അതെ, താനിത് എങ്ങോട്ട് പോവുക? അല്ല, അലമാരയുടെ താക്കോല് മുത്തശ്ശിയുടെ അടുത്തൊന്നും മേടിക്കണ്ടേ? അയ്യോ, അമ്മ പൂജാമുറിയില്ല. ചെന്ന് വിളിച്ച ചിലപ്പോ ഇഷ്ടാവില്ല. അലമാരയുടെ താഴെ ഒരു ഡോറുണ്ട്, അതിനകത്ത് താക്കോലുണ്ടെന്ന് പറഞ്ഞു. താനെടുത്ത് തുറന്നോ? അല്ല, ഞാനെടുത്ത് തുറന്നിട്ടേ ഇനി അതിനൊരു പ്രശ്നം വേണ്ട. ഓ, താൻ ഇനി അതിന്റെ ജാതകൊന്നും ഗണിക്കാൻ നിക്കണ്ട. ചെല്ല്, പോയെടുത്തോ, പോ. ശരി. ഇപ്പൊ തന്നെ വൈകി, ഞാൻ പോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ, വേഗം ചെല്ലു. ഹലോ, ഞാൻ നിർമ്മലയാ, കളരിക്കലേ. ഓ, മനസ്സിലായി. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ആൾ ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ സ്വർണ്ണക്കടയിൽ തന്നെ ഇല്ലേ? ഉണ്ട്, ഞാൻ ഷോപ്പ് അടക്കാൻ തുടങ്ങുകയായിരുന്നു. ദേ, അയാൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അടുത്തെത്തും. ഞാൻ പറഞ്ഞ ആഭരണ പെട്ടിയും കൊണ്ട് അത് വാങ്ങി വെക്കണം. അയാൾക്ക് എന്തെങ്കിലും സംശയം മറ്റോ? ഏയ്, അയാളൊരു മണ്ടന. അത് നിങ്ങളെ ഏൽപ്പിച്ച് അയാള് പോവുകയുള്ളൂ.
പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതെ, കൈ നനയാതെ കയ്യിൽ കാശ് കിട്ടുന്ന കാര്യമായോണ്ട് ഞാൻ മൂളിയുന്നേ ഉള്ളൂ. പക്ഷെ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ കൈവിട്ടു കളയേ. ഏയ്, തനിക്ക് ഒരു കുഴപ്പവും വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, മാണിക്കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്ന ആഭരണങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓ, പിന്നീട് അത് അന്വേഷിച്ചു വരുന്ന മാണിക്കുഞ്ഞിനോട് എന്ത് പറയണമെന്ന്. എങ്കിൽ ശരി. ചുറ്റും കനത്ത ജ്വല്ലറികൾ വന്നതുകൊണ്ട് ഞങ്ങളാകെ വലിച്ചില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചത്. ഹേയ്, താൻ പേടിക്കണ്ട. എന്റെ മകളുടെ വിവാഹത്തിന് താൻ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ഓർഡർ അതൊട്ടും വൈകാതെ ഞാൻ തനിക്ക് തരും. അതുമാത്രമല്ല, കളരിക്കൽ കുടുംബത്തില് ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടക്കാനുണ്ട്. അതെല്ലാം ഞാൻ തന്റെ കടയിലേക്ക് എത്തിക്കാം. താങ്ക് യു മാഡം. അങ്ങനെ വരുന്നതിനൊക്കെ മാഡത്തിന് കമ്മീഷൻ ഉണ്ടാവും. ഹേയ്, എനിക്കതിന്റെ കമ്മീഷനൊന്നും വേണ്ട. ഈ കാര്യം വീഴ്ചയില്ലാതെ നടത്തി തന്നാ മാത്രം മതി. തെളിയാൻ പോകുന്നത് തന്റെ സമയമാണ്. ഓക്കെ മാഡം, ഞാൻ ഏറ്റു. മാണിക്കുഞ്ഞ്, ഇനി മാണിക്കുഞ്ഞ് കളരിക്കൽ കുടുംബത്തിലേക്ക് കയറി വരുന്നത് പുതിയൊരു മേൽവിലാസത്തിലായിരിക്കും. മതി 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 ഇതൂടെ അമ്മേ. കഴിക്കും മോളെ, ഇതൂടെ കഴിക്ക്. സുനന്ദേ, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ദാ ഇറങ്ങാ ഗോപാലേട്ടാ. ആ. ഇതൂടെ. ആഹാ. ഇതിപ്പോ മോളെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന മാതിരിയാണല്ലോ തങ്കം. ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത്. ഇവള് എത്ര വലുതായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നത് പതിവുള്ളതാ അല്ലേ മോളെ? ഉം. ഇടയ്ക്ക് അമ്മയുടെ കൈകൊണ്ട് കുറച്ച് വാരി തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല ഗോപാലമാമ. അതാ. ആ, ഇനി മതിട്ടോ, ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. അതെ, ഉച്ചയ്ക്ക് പുറത്തുനിന്നും കഴിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് അമ്മ മോളുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാം. അതിന് കൃഷ്ണക്ക് എന്തിനാ ഉച്ചഭക്ഷണം? അതൊക്കെ അവരുടെ ഓഫീസിൽ ഫ്രീ അല്ലേ? ആണോ മോളെ? ആ, അതെ, വലിയ ക്യാൻറ്റീൻ ഉണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ട്. വിളമ്പി തരാൻ ആളും ഉണ്ട്. സിറ്റിയിലേക്ക് അങ്ങനെ ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിലെ ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കെട്ടിടം അത്ര